അന്നതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ദിവ്യ ഉണ്ണി, പൂർണിമ ഇന്ദ്രജിത്ത്, ഇവർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫോക്ക് ഡാൻസ് ക്ലാസ്സിൽ കലാമണ്ഡലം ഗോപി മാഷിൻ്റെ അടുത്ത് പഠിക്കുന്നവരാണ്. ഇവരെല്ലാം സിനിമയിലെത്തി. ഞാൻ വേറൊരു പ്രൊഫൈലിലേക്ക് മാറി. അപ്പം ഞാനിങ്ങനെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചു, കുറച്ച് മുതിർന്നപ്പോൾ എന്തുകൊണ്ട് എന്നെ അങ്ങനെ സിനിമ ഫീൽഡിലേക്ക് വിട്ടില്ല. ഈ പറയുന്ന 10 മിനിറ്റിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വിലയിരുത്തുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മളത് ആ ഒരു കലയെ നമ്മളുടെ ഒരു സന്തോഷത്തിനും വെൽബീയിങ്ങിനും മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ആ ഉദ്ദേശം. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സും ഫൈറ്റും കല തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനിലും ഉപരിയായിട്ട് അത് പാരൻസ് തമ്മിലും ഡാൻസ് ടീച്ചേഴ്സ് തമ്മിലും അങ്ങനെ വേറൊരു ലെവലിലേക്ക് പോവാണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഇപ്പം. ധന്യ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യരും മത്സരിച്ചിരുന്നത്. അതെ, എൻ്റെ സീനിയറായിരുന്നു മഞ്ജു വാര്യർ. ഈ പറഞ്ഞ പോലെ കലാതിലകങ്ങളും യുവജനോത്സവ വേദിയിലുള്ള പലരും പിന്നീട് പോകുന്നത് സിനിമാ ലോകത്തേക്കാണ്. അപ്പോൾ ഈ സെയിം ഓഫറുകളും കാര്യങ്ങളും ഒക്കെ എനിക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. നമസ്കാരം. നിങ്ങൾ കേൾക്കുന്നത് മലയാളം FM-ന്റെ അഭിമുഖ പരമ്പര അറിഞ്ഞതും അറിയാത്തതും. ഞാൻ സിന്ധു പുനൂസ്, എന്നോടൊപ്പം ഡോക്ടർ ധന്യ ശ്രീകാന്ത്. സ്വാഗതം ധന്യ നമ്മുടെ ഈ ഷോയിലേക്ക്. നമസ്കാരം. മലയാളം FM-ന്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നമസ്കാരം. ഈ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് തന്നതിന് വളരെ സന്തോഷം, നന്ദി. താങ്ക് യു. ധന്യയെക്കുറിച്ച് ഞാൻ പഠിച്ചപ്പോഴും ഞാൻ ഓർക്കുകയായിരുന്നു, എങ്ങനെയാണ് ഞാൻ ധന്യനെ എൻ്റെ ശ്രോതാക്കൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതെന്ന്. കാരണം സയൻറ്റിസ്റ്റാണ്, വൈറോളജി സയൻറ്റിസ്റ്റാണ്. ഒപ്പം തന്നെ ഇവിടെ ന്യൂസിലൻഡിൽ ഓക്ലൻഡിൽ തപസ്യ എന്ന് പറഞ്ഞൊരു ഡാൻസ് സ്കൂൾ നടത്തുന്നു. സാധാരണ ആൾക്കാർ ധന്യ എന്ത് ചെയ്യുന്നു എന്ന് നമ്മളോട് സാധാരണ ചോദിക്കാറുണ്ടല്ലോ. അങ്ങനെ പറയുമ്പം ധന്യയുടെ ഒരു 1 ലൈൻ ആൻസർ എങ്ങനെയായിരിക്കും? ശരിയാണ്, വളരെ വ്യത്യസ്തങ്ങളായ 2 പ്രൊഫൈലാണ് എൻ്റെ, സയൻസും ആർട്സും. അപ്പോൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു അവസരോചിതമായ ഒരു ഇൻട്രഡക്ഷനാണ് യൂഷ്വലി. പിന്നെ ഞാൻ ഈ ഒരു ഒരു ഡയലോഗ് പഠിച്ചു വെച്ചിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, സയൻറ്റിസ്റ്റ് ബൈ പ്രൊഫഷൻ, ഡാൻസർ ബൈ പാഷൻ. അതാണ് എൻ്റെ ഡയലോഗ്. അതങ്ങ് കാച്ചും. നല്ലൊരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഉത്തരവാണത്. എല്ലാം ഉണ്ടാവും ഉത്തരത്തിൽ. അത് തന്നെ. അതുപോലെ തന്നെ എനിക്ക് അതിശയം തോന്നുന്നു, ഒരു സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ഒരാൾ, നമ്മൾ നാട്ടിലാണെങ്കിൽ പറയും പുസ്തകപ്പുഴു, പ്രത്യേകിച്ച് സയൻറ്റിസ്റ്റൊക്കെ ആകുമ്പോൾ, ആ ഒരു പ്രൊഫഷനോടൊപ്പം ഈ ഒരു കലയെ എങ്ങനെ ഒന്നിച്ചു കൊണ്ടുപോകാനായിട്ട് ഇൻസ്പിറേഷൻ കിട്ടി? ഓക്കെ, ഇൻസ്പിറേഷൻ എന്ന് പറയുമ്പം ഞാൻ പറയേണ്ടത്, ഇതിൻ്റെ ഉത്തരവാദികൾ എൻ്റെ അച്ഛനും അമ്മയുമാണ് എന്നാണ്. ആ ഒരു പ്രായത്തിൽ നമുക്ക് അങ്ങനെയൊരു വകതിരിവില്ലല്ലോ. അപ്പം ഈ ആർട്സ് എന്നുള്ളത് ഒരു സീരിയസ് പ്രൊഫഷനായിട്ട് കൊണ്ടുപോകാനായിട്ട് അന്നും ഇന്നും എല്ലാവർക്കും ഒരു ശങ്കയാണ്. അതായത് അതിന് വാലിഡ് റീസൺസും ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, നമുക്കൊരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സോഴ്സ് ഓഫ് ഇൻകം അതിൽ നിന്ന് കിട്ടുമോ എന്നുള്ളൊരു സംശയം. തീർച്ചയായിട്ടും അതെൻ്റെ അച്ഛനും അമ്മയ്ക്കും ഉണ്ടായിരുന്നു, സ്വാഭാവികം. അതിനെനിക്ക് യാതൊരു കംപ്ലയിൻസും ഇല്ല, ഒരു റിഗ്രറ്റ്സും ഇല്ല. വാസ് എ വെരി ഗുഡ് ഡെസിഷൻ എന്നേ ഞാൻ പറയുന്നുള്ളൂ. അപ്പം അവരെന്നോട് പറഞ്ഞത്, നിനക്ക് കണ്ടിന്യൂസ് ആയിട്ട് കിട്ടുന്ന ഒരു ഇൻകം ഉണ്ടാവുന്ന ഒരു ജോലിക്ക് വേണ്ടി നീ ശ്രമിക്കണം. ഡാൻസ് നിനക്ക് കൊണ്ടുപോകാം, എക്കാലവും അത് നിൻ്റെ കൂടെ ഉണ്ടാവും. അപ്പം അതിലെനിക്കിഷ്ടം ബയോളജിക്കൽ സയൻസസ് ആയിരുന്നു. അങ്ങനെ അതിൽ നിന്നും സയൻസ് ഇതിൽ ഇങ്ങനെ ഫൈനലി ഇതിലെത്തി, മൈക്രോബയോളജിയിലെത്തി. ഈ മൈക്രോബയോളജി ചെയ്ത ധന്യ ഇവിടെ എന്ത് പ്രൊഫൈലാണ് ഹാൻഡിൽ ചെയ്യുന്നത്? അപ്പം ഞാനിവിടെ ഇപ്പം വർക്ക് ചെയ്യുന്നത് ഓക്ലൻഡ് സിറ്റി ഹോസ്പിറ്റലിൻ്റെ ലാബ് പ്ലസ് എന്നതിൽ അവിടുത്തെ സീനിയർ സയൻറ്റിസ്റ്റ്, ടെക്നിക്കൽ സ്പെഷ്യലിസ്റ്റ് ഇൻ വൈറോളജിയാണ്. സോ അത് ബേസിക്കലി ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്സ്, നമ്മളെന്നും ഉള്ള രോഗങ്ങൾ കണ്ടുപിടിക്കുക, അതിൽ ആക്ച്വലി വൈറസുകളെ കണ്ടുപിടിക്കുക, നമുക്ക് ഏത് വൈറസാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. അതാണ് എൻ്റെ ഡെയിലി ഉള്ള ജോലി. എനിക്ക് തോന്നുന്നു ഈ കോവിഡിൻ്റെ സമയത്ത് ഈ വൈറസിനെ കുറിച്ചൊക്കെ കൂടുതൽ സാധാരണക്കാരായി ഞങ്ങൾ പോലും സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കോവിഡ് കഴിഞ്ഞിട്ട് പോസ്റ്റ് കോവിഡിൽ എന്തെങ്കിലും കൂടുതൽ ചലഞ്ചസ് ഈ ഫീൽഡിൽ ഉണ്ടായിട്ടുണ്ടോ?
പോസ്റ്റ് കോവിഡ് ഒരു ചാലഞ്ച് ഉണ്ടായോ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ കോവിഡ് വാസ് എ ചാലഞ്ച് ഞങ്ങൾക്ക്. ഇൻഫാക്ട് നമ്മൾക്ക് എല്ലാവർക്കും, നമ്മൾ ആരും ഒരു പാൻഡമിക്കിൽ കൂടെ കടന്നു പോയിട്ടില്ല. ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാവുമായിരുന്നു നമ്മൾ. അപ്പം നമ്മളൊരു ചെറിയ ഗ്രൂപ്പ് ഓഫ് സയൻറ്റിസ്റ്റേ ഈ രാജ്യത്തുള്ളൂ. ഈ രാജ്യത്തെ റിസോഴ്സസും മാത്രമേ ഉള്ളൂ. അത് വെച്ചിട്ട് ഒരു നേഷൻ വൈഡ് ടെസ്റ്റിംഗ് നടത്താനായിട്ട് അതൊരു വലിയ ചാലഞ്ചായിരുന്നു. ഇൻഫാക്ട് അതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആസ് എ സയൻറ്റിസ്റ്റ്. പറയുമ്പം എനിക്ക് ഈ സയൻറ്റിസ്റ്റ് എന്നുള്ളതിൽ എനിക്ക് ആക്ച്വലി MBBS ആയിരുന്നു ഇഷ്ടം. പക്ഷെ ദൈവം സഹായിച്ച് ഞാനത് എടുത്തില്ല. കാരണം അല്ലല്ല, നമുക്ക് ആ സമയത്ത് അത്ര ഒരു ബുദ്ധിയും ബോധമൊന്നും ഇല്ലാത്തൊരു സമയമാണല്ലോ അന്ന്. പക്ഷെ അതിൻ്റെ ഒരു അണ്ടർലൈങ് റീസൺ എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി സർവീസ് ആയിരുന്നു എന്ന് എനിക്കിപ്പം മനസ്സിലാവുന്നു. ഈ MBBS കിട്ടാതിരുന്നതിൻ്റെ കാരണം നന്നായി എന്ന് വിചാരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഞാനൊരു വെരി ഇമോഷണലി സെൻസിറ്റീവ് പേഴ്സണാണ്. അപ്പോൾ ഈ ബാഗേജ് എല്ലാം ഞാൻ എൻ്റെ കൂടെ കൊണ്ടു നടക്കും പേഷ്യൻസിൻ്റെ. പ്ലസ് ഒരാൾ കയ്യോ കാലോ ഒക്കെ ഒടിഞ്ഞ് കാഷ്വാലിറ്റി വന്നാൽ പ്രോബബ്ലി എന്നെ അറ്റൻഡ് ചെയ്തിട്ട് വേണം അറ്റൻഡ് ചെയ്യാൻ. അപ്പം ഗ്രേറ്റ്ഫുൾ ദാറ്റ് ഞാൻ ഈ ഒരു വൈറോളജിയിലേക്ക് തിരിഞ്ഞതും പിന്നെ ഈ ഡാൻസും ഇതൊക്കെ ആയിട്ട് കണ്ടന്റാണ് ആക്ച്വലി. സമാധാനപരമായിട്ട് പോവാം. അതെ അതെ. തന്നെ ഇത്തിരി മുമ്പ് പറഞ്ഞിരുന്നു ഈ ഒരു വൈറോളജി അല്ലെങ്കിൽ സയൻറ്റിസ്റ്റ് ആ ഒരു ഗ്രൂപ്പ് ചെറിയ ഗ്രൂപ്പാണെന്ന്. അതുപോലെ തന്നെയാണോ സ്ത്രീകളും ഈ ഒരു മേഖലയിൽ കുറവാണോ? ഇൻഫാക്ട് തിരിച്ചാണ്. ഒരുപാട് സ്ത്രീകൾ ആക്ച്വലി ഈ സയൻറ്റിസ്റ്റ് ഫീൽഡിലുണ്ട്. എനിക്കതിൻ്റെ ഒരു റീസൺ എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വർക്ക് ഫാമിലി ബാലൻസ് കൊണ്ടുപോകാൻ വളരെ നല്ലൊരു പ്രൊഫഷനായിട്ട് എനിക്ക് തോന്നുന്നു. സോ ഫാർ എനിക്കും അതാണ് ഫീൽ ചെയ്യുന്നത്. ആണുങ്ങൾ നന്നേ കുറവാണ് ഈ ഡെയിലി ഡയഗ്നോസ്റ്റിക്സിൽ. അതായത് ഡയഗ്നോസ്റ്റിക് വൈറോളജി, ഡയഗ്നോസ്റ്റിക് മൈക്രോബയോളജി, അങ്ങനെ ഒരു ഫീൽഡിൽ കൂടുതലും സ്ത്രീകളെയാണ് ഞാൻ കാണുന്നത്. അത് ശരി. അതുകൊണ്ട് ഈ ഫീൽഡിൽ ചലഞ്ചസ്, അങ്ങനെ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ ചലഞ്ചസ് ഉണ്ടാവില്ല, അതോ എങ്ങനെയാണ് അതിനെ വിലയിരുത്തുന്നത്? ഇല്ല എന്ന് തന്നെ പറയാം. ഈ പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ബാലൻസ് കൊണ്ടുപോകാൻ പറ്റുന്നത് കൊണ്ട് കൂടുതലും സ്ത്രീകൾ ഇപ്പം ആസ് എ ഡോക്ടർ MBBS ഒരു മെഡിക്കൽ പ്രൊഫഷനിൽ പോകുമ്പം സർജൻ ആവാം, കാഷ്വാലിറ്റി അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും അതിലില്ല. ഓഫ് കോഴ്സ് ഷിഫ്റ്റുകളുണ്ട്, നൈറ്റ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ടി വരുന്നുവെങ്കിലും നമുക്ക് ആ ഒരു ബാലൻസ് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അപ്പം കൂടുതലും സ്ത്രീകൾ അതിൽ ഉണ്ട്, ഈ പ്രൊഫഷനിലുണ്ട്. അപ്പം നമ്മുടെ സ്ത്രീ ശ്രോതാക്കൾക്കൊരു ഇൻസ്പിറേഷൻ ആയിരിക്കും ഈ ഒരു ഫീൽഡ് അവർക്ക് തിരഞ്ഞെടുക്കാനായിട്ട്. അതെ അതെ അതെ, തീർച്ചയായും. കുറച്ചൊന്ന് ഫ്ലാഷ് ബാക്കിലേക്ക് പോകണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ധന്യയെക്കുറിച്ച് പഠിച്ചപ്പോൾ ധന്യ ഒരു കലാതിലകമായിരുന്നു. അപ്പോൾ ആ സ്കൂൾ കാലഘട്ടത്തിലെ എന്തൊരു ഒരു വൈബും ഒരു നൊസ്റ്റാൾജിയുമായിരിക്കുമല്ലേ ആ കലോത്സവവും സ്കൂൾ ജീവിതവും. അതേക്കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാമോ, അതിലേക്ക് എത്തിയത്? കലോത്സവം, കലാതിലകം. അപ്പം കലാതിലകം എന്ന് പറയുന്നത് ഞാൻ പറയുമ്പം ഒരു ജാട കാലഘട്ടമായിരുന്നു എന്നെനിക്ക് പറയാം. ഞാൻ ഇപ്പം ഈ ഒരു നമ്മൾ ആസ് യു ഗ്രോ ഓൾഡർ യു ഗ്രോ വൈസർ എന്ന് പറഞ്ഞൊരവസ്ഥയിലിരിക്കുമ്പം തിരിച്ചു ചിന്തിക്കുമ്പം ജാടയുടെ ഉത്തുംഗ ശൈലത്തിലിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഞാൻ ഹാട്രിക് ബാലതിലകമായിരുന്നു, കണ്ടിന്യൂസ് 2 years കലാതിലകമായിരുന്നു. അപ്പം ഇങ്ങനെ മീഡിയയിൽ എന്നും ഫോട്ടോയും അതും ഇതും, പിന്നെ ആളുകൾ കാണുമ്പോൾ നടക്കത്തി പ്രയോ ഈ കുട്ടിയെ കണ്ടോ അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ഏറ് പിടിച്ച് നടക്കുക, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. ഇപ്പം അങ്ങനെ ചിന്തിക്കുമ്പം അതെ, കലോത്സവം എന്ന് പറയുന്ന നൊസ്റ്റാൾജിയ, അതിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ കുട്ടികളുടെ കലോത്സവം നടന്നല്ലോ, അത് നമ്മളെ അതിൻ്റെ ബാക്കിലേക്ക് നമ്മളെ ചിന്തിക്കാൻ അവസരം തന്നു. ഞാൻ എൻജോയ് ചെയ്തിരുന്നു. പിന്നെ ഇതിനൊരു പ്രത്യേക കാരണം എന്ന് പറയുന്നത് എൻ്റെ അമ്മയാണ്. ഇതിനൊരുമ്പെട്ടിറങ്ങി പുറകെ നടന്ന് ഇങ്ങനെ ഡെഡിക്കേറ്റഡ് ആയിട്ട് കൊണ്ടു നടന്നു. അതങ്ങനെ ഒരു കാലഘട്ടം. അതിനായിട്ടൊക്കെ ഒത്തിരി പ്രിപ്പറേഷൻസ് അന്നത്തെ കാലത്തും ഉണ്ടായിരുന്നോ? ഇത്രത്തോളം ഒരു വാശിയും. ഞാൻ കൂടുതൽ അതിലേക്ക് കടക്കുന്നില്ല. നമ്മളെല്ലാം പത്രങ്ങളിൽ വായിക്കാറുണ്ട്, മാധ്യമങ്ങളിൽ കാണുന്നുണ്ട്. പലതരം പൊളിറ്റിക്സും കോൺഫ്ലിക്ട്സ് ഓഫ് ഇൻട്രസ്റ്റുകളും. ആ കലയുടെ മൂല്യം ചിലപ്പോൾ വിട്ടുപോകുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ തനിക്ക്? തീർച്ചയായും. ഞാൻ ആ ഒരു വഴിയിൽ കൂടെ കടന്നു വന്ന് ഒരു നൃത്താധ്യാപിക ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ ആക്ച്വലി കോമ്പറ്റീഷനെ പ്രൊമോട്ട് ചെയ്യാത്ത ഒരാളാണ്. ഇൻഫാക്റ്റ് എൻ്റെ ആദ്യത്തെ ഗുരു ശ്രീമതി കലാമണ്ഡലം മോഹന തുളസി ടീച്ചർ,
പുള്ളിക്കാരി എന്നെ പഠിപ്പിക്കില്ലായിരുന്നു. കോമ്പറ്റീഷൻ ആണെങ്കിൽ നിന്നെ ഞാൻ പഠിപ്പിക്കില്ല എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞ ഒരാളാണ് അന്നും ഇന്നും. പക്ഷെ അതിന് കാരണമുണ്ട്. ഈ പറയുന്ന 10 മിനിറ്റിൽ നമ്മൾ കുഞ്ഞുങ്ങളെ വിലയിരുത്തുന്നതിൽ ഒരർത്ഥവുമില്ല. നമ്മളത് ആ ഒരു കലയെ നമ്മളുടെ ഒരു സന്തോഷത്തിനും വെൽബീയിങ്ങിനും മുന്നോട്ട് കൊണ്ടുപോകണം. അതാണ് ആ ഉദ്ദേശം. ഈ പറഞ്ഞ പോലെ ഇങ്ങനെ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പൊളിറ്റിക്സും ഫൈറ്റും കല തമ്മിലുള്ള ഒരു കോമ്പറ്റീഷനിലും ഉപരിയായിട്ട് അത് പാരൻസ് തമ്മിലും ഡാൻസ് ടീച്ചേഴ്സ് തമ്മിലും ഒക്കെ അങ്ങനെ വേറൊരു ലെവലിലേക്ക് പോവാണ്. അപ്പം ഞാൻ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുന്ന ഒരാളല്ല ഇപ്പം. എനിക്ക് തോന്നുന്നു ഒരു പരിധിവരെ കലാതിലകമായി കഴിയുമ്പോൾ ഈ പറയുമ്പോൾ കിട്ടുന്ന പബ്ലിസിറ്റി അത് സിനിമ ഫീൽഡിലേക്കുള്ളൊരു വഴി തുറന്നു കൊടുക്കുന്നുണ്ട്. പലരുടെയും ഉദാഹരണങ്ങൾ. ധന്യ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു മഞ്ജു വാര്യരും മത്സരിച്ചിരുന്നത്. അതെ, എൻ്റെ സീനിയറായിരുന്നു മഞ്ജു വാര്യർ. ഈ പറഞ്ഞ പോലെ കലാതിലകങ്ങളും യുവജനോത്സവ വേദിയിലുള്ള പലരും പിന്നീട് പോകുന്നത് സിനിമാ ലോകത്തേക്കാണ്. അപ്പോൾ ഈ സെയിം ഓഫറുകളും കാര്യങ്ങളും ഒക്കെ എനിക്കും വന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. ഇതൊക്കെ പോകുന്നത് ഫ്രണ്ട് ലൈനിൽ നിൽക്കുന്നത് എൻ്റെ അമ്മയായിരുന്നു. അപ്പം പുള്ളിക്കാരി വഴി ഇത് പോകും. നമ്മൾ ഏതെങ്കിലും ഒരു ഗെറ്റ് ടുഗെദറിലോ എന്തെങ്കിലും ഗ്യാതറിങ്ങിലോ ഒരു ഡിസ്കഷൻ വരുമ്പോഴാണ് ഞാനിത് അറിയുന്നത്. എനിക്ക് എന്തുകൊണ്ട് ഇതൊന്നും ഞാൻ അറിഞ്ഞില്ല. അല്ല, നമ്മൾ എന്തായാലും സിനിമയിലൊന്നും പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം അന്ന് അതെനിക്ക് മനസ്സിലായില്ലായിരുന്നു. ഈ പറഞ്ഞ പോലെ ദിവ്യ ഉണ്ണി, പൂർണിമ ഇന്ദ്രജിത്ത്, ഇവർ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ഫോക്ക് ഡാൻസ് ക്ലാസ്സിൽ കലാമണ്ഡലം ഗോപി മാഷിൻ്റെ അടുത്ത് പഠിക്കുന്നവരാണ്. ഇവരെല്ലാം സിനിമയിലെത്തി. ഞാൻ വേറൊരു പ്രൊഫൈലിലേക്ക് മാറി. അപ്പം ഞാനിങ്ങനെ അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചു, കുറച്ച് മുതിർന്നപ്പോൾ എന്തുകൊണ്ട് എന്നെ അങ്ങനെ സിനിമ ഫീൽഡിലേക്ക് വിട്ടില്ല. അപ്പം അച്ഛൻ പറഞ്ഞത്, സിനിമാ ലോകം എന്ന് പറയുന്നത് ഒരു ബബിള് പോലെ, ഒരു കുമ്പള, വെരി ഷൈനി. പക്ഷെ അത് പൊട്ടിക്കഴിഞ്ഞാൽ മോളെ നിനക്ക് വേറെ എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തവും ഉണ്ടാവില്ല. അപ്പോൾ നിൻ്റെ കയ്യിലൊരു പ്രൊഫഷൻ ഉണ്ടെങ്കിൽ നിനക്ക് എന്തും ചെയ്യാം. പിന്നെ ഈ പ്രായത്തിൽ സിനിമയിലൊക്കെ വിളിക്കുന്നത് വളരെ അപൂർവം. അപ്പം ആ ഒരു ഓപ്ഷൻ ഇപ്പം ഇല്ല. എന്നാലും അത് അന്ന് പാരൻസ് തന്ന ഒരു നല്ലൊരു ഉപദേശമായിട്ട് എനിക്ക് കേൾക്കുമ്പോൾ ഇപ്പം എനിക്കും തോന്നുന്നു. കാരണം ഇപ്പോൾ ഒരു കൺസിസ്റ്റൻ്റായിട്ടൊരു ഫീൽഡിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞു. മറ്റേതൊരു ബ്രോഡ് ലോകത്തേക്കാണ് നമ്മൾ പോകുന്നത്. ഈ പറഞ്ഞ പോലെ ക്ലിക്കായാൽ ക്ലിക്കായി, ക്ലിക്കായില്ലെങ്കിൽ എക്സാക്ട്ലി. അത് ശരിയാണ്. എനിക്കിപ്പം തിരിഞ്ഞു നോക്കുമ്പം തരി പോലും റിഗ്രറ്റ് ഇല്ല. ആക്ച്വലി ഈ ഒരു പ്രൊഫൈലിൽ ഞാൻ സന്തുഷ്ടയാണ്. അതായത് സയൻസും ഉണ്ട്, എനിക്കിഷ്ടമുള്ള ഒരു കല, അതായത് ഡാൻസും ഞാൻ കൊണ്ട് നടക്കുന്നു. അതിനൊപ്പം നമുക്ക് ഈ ഒരു രാജ്യമായതുകൊണ്ട് ആ ഒരു വർക്കും ഫാമിലിയും ഇതെല്ലാം പാഷനും ഒക്കെ കൊണ്ട് നടക്കാൻ പറ്റുന്നുണ്ട്. അപ്പം അതൊരു നല്ല ഡെസിഷൻ ആയിരുന്നു ആ സമയത്ത്. അതെ അതെ, അത് തന്നെ. ഇത് രണ്ടും ഒപ്പം രണ്ടും ഡിഫറെൻറ്റ് ട്രാക്കിൽ കൂടെ കൊളൈഡ് ചെയ്യാതെ കൊണ്ടുപോകാനായിട്ട് ധന്യയ്ക്ക് സാധിച്ചു. എന്നിരുന്നാലും വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും ഒരു സയൻസ് എക്സിബിഷൻ, കാരണം അത്യാവശ്യം പഠിക്കുന്ന കുട്ടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ ഈ ഒരു സയൻറ്റിസ്റ്റ് ലെവലിലേക്ക് വരത്തില്ല. അപ്പോൾ ഒരു സയൻസ് എക്സിബിഷൻ നമ്മുടെ മുന്നിൽ വരുന്നു, ഒപ്പം തന്നെ നമുക്കൊരു ഡാൻസ് കോമ്പറ്റീഷനും വരുന്നു. അപ്പോൾ ഒരു ഡിസിഷൻ മേക്കിംഗ് എപ്പോഴെങ്കിലും ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ടോ? അങ്ങനെ സ്കൂൾ കാലഘട്ടത്തിൽ എനിക്ക് അങ്ങനെ ഒരു ഓർമ്മയില്ല ആക്ച്വലി, അങ്ങനെ ഒരു ക്ലാഷ് വന്നതായിട്ട്. പക്ഷേ വെരി റീസെൻ്റ്ലി നമ്മുടെ കോവിഡ് സമയത്ത് ഞാനപ്പോൾ വർക്ക് ചെയ്യാണല്ലോ സയൻറ്റിസ്റ്റായിട്ടും, പിന്നെ എനിക്ക് ഡാൻസ് ക്ലാസ്സസ് തപസ്യയുണ്ട്. അപ്പം അന്ന് എനിക്കൊരു ഡെസിഷൻ എടുക്കേണ്ടി വന്നു. നമ്മൾ ആ ലോക്ക്ഡൗൺ സമയത്തിന് തൊട്ട് മുന്നേ ഞങ്ങളൊരു ടീം ഫോം ചെയ്യായിരുന്നു, സയൻറ്റിസ്റ്റ് എല്ലാവരും കൂടി. ഈ പറഞ്ഞ പോലെ 10-14 സയൻറ്റിസ്റ്റേ ഉള്ളൂ. നേഷൻ വൈഡ് ടെസ്റ്റിംഗ് ചെയ്യണം. അപ്പോൾ ബിറ്റ്വീൻ സയൻസ് ആൻഡ് ഡാൻസ്. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ സയൻസിനെ ചൂസ് ചെയ്തു. അവിടെ ആയിരുന്നു എൻ്റെ ഏറ്റവും കൂടുതൽ ആവശ്യം. അതിനെ പ്രയോറിറ്റൈസ് ചെയ്തു. അപ്പം അങ്ങനെ ഒരു അവസരമുണ്ടായിരുന്നു. യെസ്. ഇവിടെ സ്കൂൾ സ്റ്റാർട്ട് ചെയ്തത് എത്ര വർഷം മുമ്പാണ് ധന്യ? ഇപ്പം ഞങ്ങൾ 10 വർഷമാകുന്നു തപസ്യ സ്റ്റാർട്ട് ചെയ്തിട്ട് ആക്ച്വലി. യെസ്. ഇപ്പം ചിന്തിക്കുമ്പോൾ ഈ ചോദിച്ചപ്പോഴാണ് ആ ബാക്കിലേക്ക് ചിന്തിച്ചത് എത്ര വർഷമായിരുന്നു. യെസ്, തപസ്യ 10 yearsആയി. ലോങ് ടൈം. യെസ്. ഒരു 10th ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കണം. അതെ അതെ. ഈ പറഞ്ഞ പോലെ വർക്കും ഫാമിലിയും അങ്ങനെ കുറേ പരിമിതികളുള്ളത് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കിടന്നൊരു ഞാനുമ്മക്കളി ആയിരുന്നു. അപ്പം യെസ്, ഒരു 10th ആനിവേഴ്സറി ആഘോഷിക്കണം എന്നാണ് മനസ്സിൽ. യെസ്. ഈ 10 വർഷം മുമ്പ് ന്യൂസിലൻഡിൽ, ഓക്ലൻഡിൽ നിങ്ങൾ വരുമ്പോൾ ഇതിന് അനുയോജ്യമായൊരു കാലാവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നോ? ഒരു
തപസ്യ പോലത്തെ ഒരു ഡാൻസ് സ്കൂൾ തുടങ്ങാൻ? എനിക്ക് തോന്നുന്നത് നമ്മൾ പുറം രാജ്യങ്ങളിൽ അതിന് കുറച്ചും കൂടെ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളതാണ്. ഡാൻസ് സ്കൂളുകൾ ഇൻഫാക്ട് ഏത് കലയാണെങ്കിലും അതിനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഇൻ്റർനാഷണലി ഭയങ്കര റിസീവിങ് ആണ്. ആൻഡ് കൺസിഡറിങ് ന്യൂസിലൻഡ് വെരി റിസീവിങ് കൺട്രിയാണ്, നമുക്കറിയാമല്ലോ എല്ലാ കാര്യങ്ങളിലും. അപ്പം അങ്ങനെ വലിയൊരു ചാലഞ്ചൊന്നും ഇല്ലാതെ ഒരു ഡാൻസ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാൻ, ഇൻഫാക്ട് ക്ലാസ് എന്ന് മാത്രമായിരുന്നു അന്ന് എനിക്കൊരു ഉദ്ദേശം, ഒരേ ഒരു മോഹിനിയാട്ടം ക്ലാസ്. അവിടെ നിന്നാണ് തപസ്യ ഇങ്ങനെ ഒരു ഫാമിലിയായി മാറിയത്. ഞാൻ തപസ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഒരു ഡാൻസ് സ്കൂളായിട്ടല്ല ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, ഞങ്ങളൊരു കുടുംബമാണ്, വെരി ക്ലോസ് നെറ്റ് കുടുംബമാണ്. ഇപ്പം ഇത് ഈ ഒരു ടോപ്പിക്ക് നമ്മൾ സംസാരിക്കുന്നതുകൊണ്ട് തപസ്യ ഫോം ചെയ്തത് ഒബ്വിയസ്ലി ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസിനെ പ്രൊമോട്ട് ചെയ്യാനാണ്, ആസ് യൂഷ്വൽ എല്ലാ ഡാൻസ് ക്ലാസ്സുകളും പോലെ. പക്ഷേ അതിനുപരിയായിട്ട് അതിന് മേലെ ഞങ്ങളൊരു വെൽബീയിങ് ആസ്പെക്റ്റും കൂടെ അതിൽ കണക്റ്റഡ് ആണ്. ഇപ്പം ഇതിൽ കൂടുതലും ഇൻവോൾവ് വുമണാണ്, സ്ത്രീകളാണല്ലോ ക്ലാസ്സിൽ വരുന്നത്. ഇപ്പം കുട്ടികളും ഉണ്ട്. എന്നാലും അവരുടെ ഒരു കാലഘട്ടത്തിൽ അവരുടെ ഇഷ്ടങ്ങൾ സാധിക്കാൻ പറ്റാത്ത, ഡാൻസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റാത്ത, ചെയ്യാൻ പറ്റാത്ത ഒരുപാട് സ്ത്രീകൾ ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ട്. അങ്ങനെ അവരെല്ലാവരും കൂടെ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു ഫാമിലി ഫീലിംഗ് ആണ് തപസ്യയിൽ. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഈ രാജ്യത്ത് നമുക്ക് ഒരുപാട് പരിമിതികളുണ്ട്. നമ്മൾ ഭാര്യ, ഭർത്താവ്, ഒരു കുട്ടി, 2 കുട്ടി, ഇതിനിടയിലാണ് ഈ ലോകം മുഴുവൻ. അപ്പം ഒരു ഡാൻസ് പഠിക്കണം എന്ന് ഒരു സ്ത്രീക്ക് തോന്നിക്കഴിഞ്ഞാൽ, കുട്ടിയൊക്കെ ഉള്ള ഒരു അവസ്ഥയിൽ ചിലപ്പം ഒരേ സമയത്ത് കുട്ടിയെ നോക്കാൻ വീട്ടിൽ ആളില്ല. പക്ഷെ ഞങ്ങൾ അതിൻ്റെ ആ ഒരു പരിമിതി എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സോർട്ട് ചെയ്യും, കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്തിട്ട്. അതെ, ഞങ്ങൾ കുട്ടികളെ പ്രാമിൽ കൊണ്ടുവന്ന് ക്ലാസ്സിലിരുത്താറുണ്ട്. ബേസിക്കലി ഇപ്പം ഒരു ഡേ കെയർ പോലെ സൈഡിൽ മൊത്തം പിള്ളേരിരിക്കും. എൻ്റെ കുഞ്ഞുങ്ങളും വരും, അവർ കുമോണും കൊണ്ടുവരും, അവരവിടെ ഇരുന്ന് ചെയ്യും. ഈ കുഞ്ഞുങ്ങളെല്ലാം വരും, ഒന്നേ പുസ്തകം വായിക്കും, അല്ലെങ്കിൽ ഡിവൈസസ് കൊണ്ടുവരും. അവർക്ക് സന്തോഷമാണ്, കാരണം ആ ഒരു മണിക്കൂറാണ് അമ്മ ഡിവൈസ് കൊടുക്കുന്നത്. അപ്പം അമ്മ ഡാൻസ് പഠിക്കാൻ പോകുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ആ ഒരു വെൽബീയിങ് കണക്ഷൻ തപസ്യക്കുണ്ട്. അത് സാധിക്കാൻ പറ്റിയതിൽ, അതിന് കാരണം തപസ്യ അങ്ങനെ ഒരു കാരണമാവാൻ സാധിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ കൃതാർത്ഥയാണെന്നൊക്കെ പറയാൻ ഭയങ്കര വലിയ വേർഡാണ്, പക്ഷേ യെസ്, അതാണ് ആക്ച്വൽ എക്സ്പ്രഷൻ. അതെ, എനിക്ക് ആ ധന്യയുടെ ഫേസിൽ നിന്നും ഇപ്പോൾ കിട്ടിയ വൈബിൽ നിന്നും എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എത്രത്തോളം അത് ക്ലോസ് ടു ഹാർട്ടാണെന്നും. വളരെ ഒരു റിവാർഡിങ് എക്സ്പീരിയൻസ് ആണ് ധന്യയ്ക്ക് തരുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നുണ്ട്. തുടങ്ങിയത് കുട്ടികളെ പഠിപ്പിക്കാനായിട്ടാണോ അതോ മുതിർന്ന സ്ത്രീകളെ പഠിപ്പിക്കാനായിട്ടാണോ? ഭരതനാട്യം ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് ആക്ച്വലി കുട്ടികളെ ഉദ്ദേശിച്ച് തന്നെയാണ്. അപ്പം അതിലെ സ്റ്റുഡൻസ് എല്ലാം നമ്മുടെ സ്കൂൾ ഗോയിങ് കിഡ്സ് ആണ്. അതെ, അങ്ങനെയാണ് തുടങ്ങിയത്. ഇപ്പം കുട്ടികളും ഉണ്ട്, മുതിർന്നവരും ഉണ്ട്. അതെ, കുട്ടികളെ പഠിപ്പിക്കാനായിട്ട്, ഭരതനാട്യത്തിന് വേണ്ടി കുട്ടികളെ പഠിപ്പിക്കാനായിട്ട് ധന്യ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇവിടുത്തെ ഒരു പൊതുവേ ഉള്ളൊരു പ്രവണത എന്താണ്? ഇവിടുത്തെ കമ്മ്യൂണിറ്റിയുടെ, നാട്ടിൽ നമ്മൾ ചിലപ്പോൾ പറയാറുണ്ട് പാരൻസ് നിർബന്ധിച്ച് വിടാറുണ്ട് കുട്ടികളെ. കുട്ടികൾക്ക് തന്നെ ഒരു പാഷനുണ്ടോ? കാരണം ഇവിടെ ഇതൊന്നും കാണാനുള്ള അവസരങ്ങൾ വളരെ കുറവാണ്. ചെറുപ്പത്തിൽ ഇപ്പം ഞാനൊക്കെ ഡാൻസ് ചെറുപ്പത്തിൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവർ കളിക്കുന്ന കണ്ടു, ആ സ്റ്റേജ് കണ്ടു, ഈ സ്റ്റേജ്. ഇവിടെ അത്രത്തോളം ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല. എന്നിട്ടും കുട്ടികൾ പഠിക്കാൻ വരുന്നതിൻ്റെ ഒരു കാരണം എന്താണെന്നാണ് ധന്യയുടെ അനുഭവത്തിൽ നിന്ന് തോന്നുന്നത്? ഒരു റീസൺ ഡെഫിനറ്റ്ലി പാരൻസ് ആണ് ഇൻഫ്ലുവൻസ്, അത് നമുക്കറിയാമല്ലോ. പിന്നെ മറ്റൊന്ന് എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസസിന് നല്ല പ്രൊമോഷൻ ഉണ്ട്. നാട്ടിൽ നിന്ന് ഒരുപാട് നല്ല നർത്തകിമാരും ഒക്കെയും പെർഫോമൻസുകൾ കുട്ടികൾ ഒരുപക്ഷെ കാണുന്നുണ്ടാവാം. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അവരുടെ ഒരു ഓവറോൾ വെൽബീയിങ് ആൻഡ് ഡിസിപ്ലിൻ ആൻഡ് റെസ്പെക്റ്റ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു കാര്യമാണ്. ഈ പറഞ്ഞ പോലെ തന്നെ പാരൻസും അത് അവരോട് പറയുന്നുണ്ടാവാം. പിന്നെ അവരെടുക്കുന്ന ഒരു ഡെസിഷനാണ്. അപ്പം വന്ന് ട്രൈ ചെയ്ത് നോക്കി അവരത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവരത് കണ്ടിന്യൂ ചെയ്യുന്നു. പറഞ്ഞ പോലെ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അവരുടെ ഒരു വോയിസ് ഉണ്ട്, അവർ ഭയങ്കര ഇൻഡിപെൻഡൻ്റ് ആണ്, നമുക്കൊന്നും അവരിലേക്ക് ഇമ്പോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ളത്, കുട്ടികൾക്കത് പഠിക്കാൻ താല്പര്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്, അവർ വന്ന് പഠിക്കുന്നു.
ഈ പറഞ്ഞ പോലെ സിനിമാറ്റിക് ഡാൻസും അതിൽ ഉണ്ട്. സിനിമാറ്റിലേക്കൊരു ചായവുമുണ്ട് കുട്ടികൾക്ക്. എനിക്കതിലൊരു വിരോധമില്ല. ആക്ച്വലി സിനിമാറ്റിക്കും ഒരു ശൈലിയാണ്. അപ്പം കുട്ടികളെല്ലാം ട്രൈ ചെയ്തിരിക്കണം. അപ്പോൾ ഒരു വേഴ്സറ്റൈൽ ഇതിലേക്ക് അവർ പോകും. അവർക്ക് സിനിമാറ്റിക്കും ചെയ്യാം, ക്ലാസിക്കൽ ഡാൻസസും ചെയ്യാം. പിന്നെ അവർക്ക് ചൂസ് ചെയ്യാം എന്ത് ചെയ്യണം, എന്ത് കണ്ടിന്യൂ ചെയ്യണം, സീരിയസ് ആയിട്ട് ചെയ്യണം എന്ന് അവർക്ക് ചൂസ് ചെയ്യാം. അതെ, കുട്ടികളുടെ ഇഷ്ടത്തോടു കൂടെ തന്നെയാണ് വരുന്നത്. അതെ, എനിക്കൊരു ചോദ്യം ഇപ്പോൾ ചോദിക്കാൻ തോന്നുന്നു. എനിക്ക് തന്നെ ഒരു നഷ്ടബോധം തോന്നുന്നുണ്ട്, ഞാൻ നൃത്തത്തിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്നതാണ്. ഒരു കുട്ടി നൃത്തം പഠിക്കുന്നത് വഴി എന്ത് രീതിയിലുള്ള ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് കുട്ടികൾക്ക് കിട്ടുമെന്ന് തനിക്ക് തോന്നുന്നു? എൻ്റെ ഒരു ഫീലിംഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബേസിക്കലി എല്ലാ ക്ലാസിക്കൽ ഡാൻസസും ഒരു പ്രത്യേക ശൈലി, ഒരു ചിട്ടയിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ചിട്ട എന്നുള്ളത് അത് ഒരു ഡിസിപ്ലിൻ അവരുടെ ലൈഫിൽ വരും. പിന്നെ പെർസിവിയറൻസ്, അത്ര എളുപ്പമല്ല ഇത് പഠിക്കാനായിട്ട്. ഒറ്റ ദിവസം കൊണ്ട് ഒരാൾക്കും ഇതിൽ മാസ്റ്റർ ആവാൻ കഴിയില്ല. അപ്പം ആ ഒരു റെസീലിയൻറ്റ്, പെർസിവിയറൻറ്റ് ആ ഒരു അവസ്ഥയിലേക്ക് അവർ പോകും. കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് അത് ഓർമ്മ വെക്കണം. അപ്പം അടുത്തത് മെമ്മറൈസിങ്. അപ്പം നമ്മളുടെ മെമ്മറിയെ ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇൻ ടോട്ടൽ ഡാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡി, മൈൻഡ്, സോൾ ആക്ടിവിറ്റിയാണ്. ഒരു ഭയങ്കര ഒരു പ്രൊമോട്ടറാണ് ഇതിനെ. എക്സാക്ട്ലി, സിങ്ക് ചെയ്യാം. പിന്നെ ഒരു പിയർ ഗ്രൂപ്പിൻ്റെ കൂടെ പഠിക്കുമ്പം അവരുമായിട്ട് എങ്ങനെ ഇടപഴകാം. അപ്പോൾ ലോട്ട്സ് ഓഫ് ഫാക്ടേഴ്സ് ഉണ്ട്. ഡിസിപ്ലിൻ, റെസ്പെക്റ്റ്, നമ്മൾ ഗുരുക്കന്മാരെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാം, ടീച്ചേഴ്സിനെ എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യാം, പാരൻസിനോടൊരു താങ്ക്ഫുൾനെസ് ഇതിലേക്ക് കൊണ്ടുവന്നതിന്, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് പഠിക്കാം. ഒരു ഹോൾസം ജേണിയാണ് നൃത്തം പഠിക്കുന്നതും പഠിപ്പിക്കുന്നതും ആക്ച്വലി. അതെ, അതാണ് നമ്മൾ കേൾക്കുന്ന കുട്ടികൾക്കും ചിലർക്ക് തോന്നാം, ഒരു അപ്രിഹെൻഷൻ ഉണ്ടാവാം. ഇപ്പോൾ ഡാൻസ് പഠിച്ചിട്ട് എന്താണ്, ഞാൻ സ്റ്റുഡിയസ് ആണ്, ഞാൻ ആ പാത്തിൽ തന്നെ പോകുന്നതാണ് എനിക്ക് നല്ലത്. അപ്പോൾ അവർക്കുള്ളൊരു ഇൻഫർമേഷനാണ് ഞാൻ ഈ ചോദ്യം ചോദിച്ചതിൻ്റെ പുറകിൽ. നമ്മൾ സിനിമാറ്റിക് ഡാൻസിനെ കുറിച്ച് പറഞ്ഞു. അതെ, ഇപ്പോഴത്തെ കുട്ടികളുടെ ഇപ്പം നമ്മൾ സാധാരണ ആണെങ്കിലും ചോദിക്കും ഡാൻസ് കളിക്കുമോ എന്ന് ചോദിച്ചാൽ കളിക്കും. പിന്നെ ഉടനെ അവർ സിനിമാറ്റിക്കിലോട്ടാവുന്ന പോകുന്നത്. ഈ ഒരു പ്രവണതയ്ക്ക് എപ്പോഴെങ്കിലും ധന്യക്ക് തോന്നിയിട്ടുണ്ടോ? എന്താണ് കുട്ടികൾ ഇങ്ങനെ സിനിമാറ്റിക്കിലേക്ക് തിരിയുന്നതെന്ന്? അതിൻ്റെ പ്രൊമോഷൻ ആവാം. പിന്നെ ഈസ് ഓഫ് ഡൂയിങ് ഇറ്റ് ആണ്. സിനിമാറ്റിക് അങ്ങനെ ഈസ് ഓഫ് ഡൂയിങ്ങും പറയാൻ പറ്റില്ല. എനിക്ക് സിനിമാറ്റിക് കളിക്കാൻ പറ്റില്ല. അത് കളിച്ചാൽ വളരെ വികൃതമായിരിക്കും. അപ്പോൾ ഈസ് ഓഫ് ഡൂയിങ് എന്ന് പറയാൻ പറ്റില്ല. എങ്കിലും ഒരു പക്ഷേ ഇങ്ങനെ ഭയങ്കര ചിട്ടയായിട്ട് പഠിക്കേണ്ട ഒരു ആവശ്യം അതിനില്ല. നമുക്ക് കണ്ടിരുന്ന് പെട്ടെന്ന് ഇൻകോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന മൂവ്മെൻറ്റ്സ് ഒക്കെയാണ്. ഒരു അത്യാവശ്യം ഡാൻസ് കളിക്കാൻ പറ്റുന്ന ഒരു കുട്ടിയാണെങ്കിൽ അത് ഈസി ആയിട്ട് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും. പ്രോബബ്ലി അതൊരു റീസൺ ആവാം. ഈ പറഞ്ഞ പോലെ എനിക്ക് അതിനോട് യാതൊരു എതിർപ്പുമില്ല. ഇപ്പോൾ എൻ്റെ ടീച്ചേഴ്സൊക്കെ ഓൾഡ് സ്കൂൾ ടീച്ചേഴ്സായിരുന്നു, എൻ്റെ ഗുരുക്കന്മാർ. അവരെന്നെ സിനിമാറ്റിക് ചെയ്യാൻ അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, ധന്യ അങ്ങനെ ഒരു പരിമിതി വെക്കാറുണ്ടോ കുട്ടികൾ? ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു പരിമിതി വെച്ചിട്ടില്ല. ഇൻഫാക്റ്റ് എൻ്റെ ക്ലാസ്സിൽ ഇത് രണ്ടും വളരെ നന്നായി ചെയ്യുന്ന കുട്ടികളുണ്ട്. അപ്പോൾ അതൊരു പോസിബിൾ ആണ് എന്ന് നമ്മൾ കാണുന്നു. എക്സാക്ട്ലി കാണുന്നു. പക്ഷേ അന്നത്തെ ഒരു ടീച്ചേഴ്സിൻ്റെ ഒരു മനോഭാവം അതായിരുന്നു, ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചാൽ ഇന്ത്യൻ ക്ലാസിക്കൽ ഡാൻസ് മാത്രമേ ചെയ്യൂ, ശൈലി മാറിപ്പോവും എന്നായിരുന്നു എന്നോട് പറഞ്ഞത്. പക്ഷെ അത് ശരിയല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെൻ്റെ അഭിപ്രായം മാത്രമാണ്. പണ്ട് കാലത്തൊക്കെ പൊതുവെ പറഞ്ഞു കേൾക്കാറുണ്ട് പെൺകുട്ടികളെ ഡാൻസ് പെർഫോമൻസിനൊക്കെ വിടാനായിട്ട് ചില പാരൻസിന് ഇത്തിരി ഒരു മൈൻഡ് ബ്ലോക്ക് അല്ലെ അപ്രിഹെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ധന്യയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും സപ്പോർട്ടും എങ്ങനെയായിരുന്നു? എനിക്ക് ആക്ച്വലി നല്ല സപ്പോർട്ടായിരുന്നു. റെസ്ട്രിക്ഷൻസിലേക്ക് നമുക്ക് പിന്നെ വരാം കേട്ടോ. സപ്പോർട്ട് ആദ്യം സംസാരിക്കാം. ഫാമിലിയിൽ കുറച്ച് കലയോട് താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. ഇപ്പം അച്ഛനാണെങ്കിൽ തന്നെ പ്രസംഗിക്കും. പിന്നെ ആൾക്ക് ഈ മിമിക്രി, കഥാപ്രസംഗം, ആ ടൈപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. നാടകം അഭിനയിക്കുമായിരുന്നു. അങ്ങനെ പിന്നെ അച്ഛൻ്റെ സിസ്റ്റർ, എൻ്റെ അമ്മായി, ഡാൻസറാണ്.
പിന്നെ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു രീതിയുണ്ട്, സർക്കാസ്റ്റിക്കലി പറയുകയാണ്, അക്കാഡമിക് സൈഡ് അടിപൊളിയായിട്ട് കൊണ്ടു നടക്കും. ആള് MSc സുവോളജി റാങ്ക് ഹോൾഡറാണ്. പക്ഷെ ഇപ്പം നടത്തുന്നത് ശ്രീശങ്കര സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞ് ഒരു ഡാൻസ് സ്കൂൾ, ഒരു 10-15 സെൻറ്റേഴ്സ് ഉണ്ട്. അവർ വളരെ വിപുലമായിട്ട് സംഗീത നാടക അക്കാഡമി അപ്രൂവ്ഡ് ഡാൻസ് സ്കൂളാണ്. അപ്പം ഈ പറഞ്ഞ പോലെ അക്കാഡമിക്സ് ഉണ്ടെങ്കിലും ആളൊരു പ്രൊഫഷണൽ ഡാൻസറാണ്. അപ്പം അതങ്ങനെ വീട്ടിലുണ്ട്. പിന്നെ അമ്മ എൻ്റെ കൂടെ നടന്ന് ഒരു ഡാൻസറായ ആളാണ്. പിന്നെ അമ്മയുടെ അമ്മൂമ്മ നാടകമൊക്കെ അഭിനയിക്കുമായിരുന്നു. അപ്പം അവിടെ എത്തുമ്പോഴാണ് നമ്മുടെ റെസ്ട്രിക്ഷൻ്റെ ആള് വരുന്നത്, വില്ലൻ. എൻ്റെ അപ്പൂപ്പൻ, അമ്മയുടെ അച്ഛൻ. ആള് അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് പഠിക്കാൻ. അപ്പം ഒരു പക്ഷെ അമ്മയുടെ ഡ്രീം ആയിരുന്നു ഞാൻ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. മകളിൽ കൂടെയാണ് അമ്മയ്ക്ക് ആ ഡ്രീം ഒരു പക്ഷേ അച്ചീവ് ചെയ്യാൻ പറ്റിയിരിക്കുന്നത്. എക്സാക്ട്ലി. അപ്പം അപ്പൂപ്പൻ ഇതിന് കംപ്ലീറ്റ്ലി എതിരായിരുന്നു. അമ്മയ്ക്ക് ഡാൻസ് പഠിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ആള് ഇങ്ങനെ വഴിതെറ്റി ഇങ്ങനെ നോ നമുക്ക് വെയിറ്റ് ചെയ്യൂ, നിന്നെ വിടാം എന്ന് പറഞ്ഞു. അപ്പം അമ്മ പറയും, അമ്മ ഈ താക്കോൽ കൂട്ടമൊക്കെ കെട്ടിയിട്ട് ഡാൻസ് ചെയ്യുമായിരുന്നു. ചെലങ്കൊന്നും വാങ്ങിച്ചൊന്നും കൊടുക്കില്ല. പക്ഷെ അമ്മ ആക്ച്വലി ഡാൻസ് പഠിക്കാൻ വിട്ടില്ല. എന്തായിരുന്നു കാരണം? കാരണം എന്തായിരുന്നു, ആ ഒരു കാലഘട്ടത്തിൽ അപ്പൂപ്പൻ്റെ ഇതെന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾ ഇങ്ങനെ ആളുകളുടെ മുമ്പിൽ പോയി ഡാൻസ് ഒന്നും കളിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ പഠിച്ച് നിങ്ങൾക്കൊരു ജോലി ചെയ്യൂ, അതിൻ്റെ ആവശ്യമുള്ള ആളുകളെ കാണിക്കാൻ വേണ്ടി ഡ്രസ്സപ്പ് ചെയ്ത് ഡാൻസ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നുള്ളതായിരുന്നു അപ്പൂപ്പൻ്റെ ഒരു പ്രിൻസിപ്പിൾ. പക്ഷെ ഭാഗ്യത്തിന് എൻ്റെ അച്ഛനും അമ്മയും അങ്ങനെയല്ല. അവർക്കത് ഇഷ്ടമുള്ളത് കൊണ്ടും കലയോട് ഇഷ്ടമുള്ളത് കൊണ്ടും എനിക്കങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഇല്ല. ഇൻഫാക്ട് പക്ഷേ ഇടയ്ക്ക് അപ്പൂപ്പൻ ഈ പ്രോഗ്രാംസിനൊക്കെ വന്നാൽ നമ്മൾ എന്തെങ്കിലും അസുഖമൊക്കെ വന്നു, വല്ല ചുമയോ സിക്കോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ പറയും, ഞാൻ അന്ന് പറഞ്ഞില്ലേ ഈ കൊച്ചിനെ തുള്ളിക്കാൻ വിട്ടിട്ടാണ് അത് ഈ ചുമക്കുന്നതെന്ന് പറയും. അപ്പം താങ്ക്ഫുള്ളി എനിക്ക് ആ റെസ്ട്രിക്ഷൻ ഉണ്ടായില്ലെങ്കിലും മറ്റൊരു ജനറേഷനിൽ അതുണ്ടായിരുന്നു. അതെ. ഇങ്ങനൊരു തപസ്യ എന്ന് പറയുന്ന ഒരു ഡാൻസ് സ്കൂള്, ഈ ഒരു സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ജോലിയോടൊപ്പം കൊണ്ട് നടക്കണം, ഒരു അമ്മയാണ്, ഇതെല്ലാം കൂടെ എങ്ങനെ മാനേജ് ചെയ്യാനായിട്ട് എങ്ങനെയാണ് സപ്പോർട്ട് കിട്ടുന്നത് ഫാമിലിയിൽ നിന്നും? ഇത് ഒരിക്കലും പോസിബിൾ ആവും എനിക്ക് എന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഇങ്ങനെ ജോലിയും പിന്നെ ഒരു ഫാമിലിയും പിന്നെ 3 കുട്ടികളും പിന്നെ ഭർത്താവും, ഇതെല്ലാം കൂടെ നടക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ഇങ്ങനെ ഒരു രാജ്യത്ത് അത് പോസിബിൾ ആവണമെന്നുണ്ടെങ്കിൽ ഒബ്വിയസ്ലി അതിൻ്റെ മെയിൻ റീസൺ ഭർത്താവാണ്, നമ്മുടെ കാന്തനാണ്. പിന്നെ കുട്ടികളും പാവങ്ങൾ, അവർ ഭയങ്കര സപ്പോർട്ടീവാണ്. ആക്ച്വലി പറഞ്ഞ പോലെ ക്ലാസ്സിൽ ഇപ്പം ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞാൽ അവരും എൻ്റെ കൂടെ അങ്ങ് പോരും. അപ്പം ഇതൊരു ടീം വർക്കാണ്. പിന്നെ ഇതിനുപരി നമ്മുടെ ഇവിടെ ഫ്രണ്ട്സ് ഹൂ ആർ ഫാമിലി എന്ന് പറയും, അവരില്ലാതെ ഇതൊരിക്കലും പോസിബിൾ അല്ല. കാരണം നമുക്ക് വേറൊരു കൈമാറാനൊരാൾ ഈ രാജ്യത്തില്ല. അപ്പം ഇപ്പം വിളിച്ചാലും എനിക്കൊരു ആവശ്യം ഉണ്ടെങ്കിൽ ഫ്രണ്ട്സ് ഉണ്ട്, അവരെ നോക്കും. ഞാൻ ഈ പെർഫോമൻസുകളൊക്കെ ഇപ്പം ഞാനും കാന്തനും കൂടെ പോകുന്ന ഇവൻറ്റ്സ് ആണെങ്കിൽ കുഞ്ഞുങ്ങളെ നോക്കാൻ ഫ്രണ്ട്സ് റെഡിയാണ്. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സപ്പോർട്ടും ഒരു ടീം വർക്കുമാണ് ഇത് ബേസിക്കലി. പിന്നെ ഫാമിലി, എൻ്റെ ഫാമിലി ആവട്ടെ, അച്ഛനും അമ്മയും, പിന്നെ ഇപ്പം കാന്തൻ്റെ ഫാമിലി ആവട്ടെ, ആരും ഇതിനൊരു റെസ്ട്രിക്ഷൻ മുന്നിൽ വെച്ചിട്ടില്ല. എനിക്ക് ആ ഫ്രീഡം ഉണ്ട്. അപ്പം അങ്ങനെ ഒരു ടീം വർക്കിൽ ഇത് നടക്കുന്നു. എവിടെയാണ് ധന്യയുടെ ക്ലാസ് നടക്കുന്നത്? നമ്മുടെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സിൽ ചേരണമെന്നും അവരുടെ പാഷൻ, ഉറങ്ങിക്കിടന്ന പാഷനെ ഒന്നുകൂടൊന്ന് മിനുക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോൺടാക്റ്റ് ചെയ്യേണ്ടത്? എവിടെയാണ് ക്ലാസ് നടക്കുന്നത്? ക്ലാസ്സസ് ആക്ച്വലി ഒനെഹങ്ക കമ്മ്യൂണിറ്റി ഹൗസ്, അത് ഒനെഹങ്കയിലാണ്. പണ്ടത്തെ ഒരു സ്കൂളായിരുന്നു, അതൊരു ഹെറിറ്റേജ് ബിൽഡിംഗ് ആയിരുന്നു. അത് അവരങ്ങനെ അതിനെ റിവൈവ് ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെയാണ് ക്ലാസ്സസ് നടക്കുന്നത്. ഫേസ്ബുക്കിലൊരു പേജുണ്ട്, തപസ്യ സ്കൂൾ ഓഫ് ഡാൻസ് എന്ന് പറഞ്ഞാൽ. അതിലെൻ്റെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എല്ലാവരും കാണുന്ന മുഖങ്ങളാണല്ലോ സ്ഥിരമായിട്ട്, നേരിട്ട് വന്ന് പറയാം, സംസാരിക്കാം. അങ്ങനെ അങ്ങനെ കോൺടാക്റ്റ് ചെയ്യാം. വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറിയാണ് ഇപ്പം ധന്യ ഞങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഒരു സയൻറ്റിസ്റ്റിന് എങ്ങനെ പാഷൻ കൊണ്ട് നടക്കാം, അതും ചെറുപ്പകാലത്തിൽ ഒത്തിരി ഓപ്പർച്യൂണിറ്റികൾ, കലാതിലകം വരെ ആയ ആൾ ഇവിടെ വന്നിട്ട് ഈ 2 പാഷനും വളരെ സക്സസ്ഫുള്ളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു.
മുന്നോട്ടുള്ള ഡ്രീമുകളും പ്രത്യേകിച്ചൊന്നും സെറ്റ് ചെയ്യാതെ ആസ് ആൻഡ് വെൻ ഇറ്റ് കംസ് ടേക്ക് ഇറ്റ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡും ആ ഒരു ശാന്തതയും കാണുന്നു. ഇതുപോലെ തന്നെ ശാന്തമായ ഒരു ജീവിതം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. വളരെ സന്തോഷം മലയാളം FM-ൻ്റെ ശ്രോതാക്കളോട് ഇത്രത്തോളം സമയം ചെലവഴിച്ചതിന്. നന്ദി, നമസ്കാരം. വളരെ സന്തോഷം. മലയാളം FM ശ്രോതാക്കളുടെ കൂടെ ഇത്രയും സമയം ഇങ്ങനെ കുറച്ച് വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം.